അവർക്കും കേളിമീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ആണെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് വരുന്നു. അപ്പം നമ്മുടെ മാധവാണെങ്കിൽ പറയുന്നു, അമ്മ ഇനി അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയതാണ്, മനസ്സിലെ ആദികളൊക്കെ മാറ്റാൻ പോയതാണ്. അപ്പം പിന്നെ നമ്മുടെ മനസ്സിന് പറയും, എന്തൊക്കെയും നീ പറയുന്നത്, നീ നിൻ്റെ ഏട്ടനെ കണ്ട് പഠിക്കാനൊക്കെ പറയും. എന്നിട്ട് പറയും, നീ എന്തിനാ എന്നെ കൂടുതൽ ധരിപ്പിക്കുന്നത്, ആ ഡോക്ടർ എന്തിനാണ് ഇഷിതയെ കാണാൻ പോകുന്നത്, അതെന്താന്ന് പറയാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ ഇഷിതയെ വിളിക്കുന്നു പറയും. അപ്പം മാധവ് പറയും, അവരുടെ കൊച്ചുമകൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ടാണ് പോയതെന്ന് പറയും. അപ്പം മനസ്സിന് ഉടനെ തന്നെ നമ്മുടെ രചനയെ വിളിക്കും. രചനയെ വിളിച്ചിട്ട് പറയും, ഇങ്ങനെ ഡോക്ടർ ദേവിക കാണാൻ പോയി, നമ്മൾ പേടിക്കുന്ന പോലെയൊന്നും അല്ല, ഇങ്ങനെ അവരുടെ കൊച്ചുമകന് വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ ഇഷിത പറയും, എന്തൊക്കെ പറഞ്ഞാലും അവർ ഹണിമൂണിന് പോകും, അവൾ ഗർഭിണിയാവും, ഇതൊക്കെ നമ്മളെ തന്നെ ബാധിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ അതെങ്ങനെയും ഇല്ലാതാക്കണം. അപ്പം മനസ്സിന് പറയുന്നുണ്ട്, ഇഷിത എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമാവില്ലെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇപ്പോഴും ഇഷിത ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം തന്നെയാണെന്ന് പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ഇഷിതയും മഹേഷും ഇങ്ങനെ ഓഫീസിലേക്ക് പോകുന്നു. ആ സമയത്ത് സുമിതയുടെ കാര്യം മഹേഷ് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, പോയി കണ്ട് സംസാരിക്കുക, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ നേരിടണമല്ലോ, തിരമാലകൾ വരുന്ന പോലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പക്ഷേ അതിനെയൊക്കെ നമുക്ക് അതിജീവിച്ചല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മഹേഷ് സുമിതയെ പോയി കാണുന്നു, സംസാരിക്കുന്നു. അപ്പോൾ സുമിത വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്നു. പിന്നീട് ഒരു സിംഗപ്പൂർ കമ്പനി എനിക്ക് ഇത് തിരിച്ചു തരണം എന്നൊക്കെ മഹേഷിനോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ മഹേഷ് പറയുന്നു, അത് പറ്റില്ല, ബിസിനസ് തന്നെ, അതിലൊഴിച്ച് നമുക്ക് നല്ല സുഹൃത്തുക്കളായിരിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തുടരാമെന്ന് പറയുകയാണ്. അപ്പം ഞാൻ പോട്ടെ എന്ന് പറയാം. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് സുമിത അവിടെ തന്നെ നിൽക്കുന്നു. പിന്നീട് സുമിത രചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ രചന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ രചന ചോദിക്കുന്നു, എന്നെപ്പറ്റി ചോദിച്ചില്ലേന്ന് ചോദിക്കുക. അപ്പോൾ സുമിത പറയും, നിന്നെപ്പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ ഇപ്പോഴത്തെ ജീവിതത്തിൽ മഹേഷ് ഹാപ്പിയാണെന്ന് മാത്രം പറഞ്ഞെന്ന് പറയും. എങ്ങനെയല്ലേ അവരുടെ ടൂർ മുടക്കണം എന്നൊക്കെ പറയും. അപ്പോൾ സുമിത പറയും, ഞാൻ നിൻ്റെ അടുത്ത് വാക്ക് തന്നേല്ലേ, അവർ ടൂറിന് പോകില്ല എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. എന്നിട്ട് രചനയോട് പറയും, ഒരു കോഫി എടുക്കുക. അപ്പം മനസ്സിൽ സുമിത ചിന്തിക്കുന്നത് വെച്ചാൽ, നിന്നെയും എല്ലാവരെയും മാറ്റണം, എനിക്ക് മഹേഷിനെ സ്വതന്ത്രമായിട്ട് കിട്ടണം, അതാണ് സുമിതയുടെ ആഗ്രഹം. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് രചന കൂടെ നിൽക്കുന്നത്. പിന്നീട് അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം, മഹേഷ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദ്യം മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷിനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നു. ആ സമയത്ത് പറയും, ഒരു ആൻറ്റി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പം മഹേഷ് ചോദിക്കുക, ആരെന്ന് ചോദിക്കുക. പറയും, സുമിത എന്ന പേര്, മമ്മിയോട് പഠിച്ചതെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയും. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രചന അപ്പുറത്തുനിന്ന് ആദ്യം ഫുഡ് കഴിക്കാൻ വിളിക്കുക. അപ്പോൾ ആദ്യം പറയും, ഡാഡി ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം, അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയും. പിന്നീട് നമ്മുടെ ഇഷിത മഹേഷിൻ്റെ അടുത്ത് വരും. അപ്പോൾ അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് വരുമ്പോൾ മഹേഷിനോട് ചോദിക്കുക, എന്താ മഹേഷ് എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഇങ്ങനെ ആദ്യം വിളിച്ചിരുന്നു, ഇപ്പോഴാണ് എനിക്ക് ഈ ഗൂഢാലോചനയുടെ രഹസ്യം മനസ്സിലായത്, കാരണം ഇവരെല്ലാം ഒന്നിച്ച് തന്നെയാണ് നമുക്കെതിരെ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുകയാണ്. അപ്പം ഇഷിത വീണ്ടും മഹേഷിനെ ആശ്വസിപ്പിക്കും. പിന്നീട് പപ്പിമോളുടെ അടുത്ത് ഇഷിത കിടക്കുമ്പോൾ നമ്മുടെ പപ്പിമോൾ പറയും, എനിക്ക് എപ്പോഴാണ് ഒരു കുഞ്ഞ് അനുജനെ കിട്ടുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഇഷിതയ്ക്ക് സന്തോഷമാകും. പിന്നീട് ഒരു വിഷമം വരും. അങ്ങനെ ഇഷിത പുറത്തിങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മഹേഷ് ഇഷിതയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയും കൂടെ ചേർത്ത് നിർത്തുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കിൽ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ രജനിയോട് പറയും, മമ്മി നമുക്കൊരു വാടക വീട് നോക്കണം. ഇത് കേട്ടുകൊണ്ടാണ് ആകാശ് വരുന്നത്. അപ്പോൾ ആകാശ് വന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കുക. അങ്ങനെ നമ്മുടെ ആദ്യയെ തള്ളിയിടുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നു. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.